വെള്ളപ്പൊക്ക ദുരന്തത്തിൽ പോലും മതം മാറ്റം നടക്കുന്ന ജിഹാദികൾ. ദുരിതാശ്വാസ കിറ്റ് വാങ്ങാൻ വന്ന ഹിന്ദു കുട്ടിയുടെ രുദ്രാക്ഷം മൗലവി പൊട്ടിച്ചു. കിറ്റ് വേണോ മതം മാറണം? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയ്ക്കൊപ്പമുള്ള ഏതാനും കുറിപ്പുകളാണിത്. আল্লাহ তোমার সওয়াব দিবা আল্লাহ সুবহানাহু ওয়া তাআলা কবুল করুক। এগুলো আর কোশ্চেন করে দিবেন ഇതിനേക്കാൾ രൂക്ഷമായ വർഗീയ ഉള്ളടക്കമടങ്ങിയ അടിക്കുറിപ്പുകളും ഇപ്പോഴും ഈ വീഡിയോയുടെ കൂടെ പ്രചരിക്കുന്നുണ്ട്. വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിക്കുന്ന ബംഗ്ലാദേശിലെ നൌഖാലിയിൽ സഹായ വിതരണത്തിനിടെ ഒരു മുസ്ലിം പുരോഹിതൻ ഒരു ആൺകുട്ടിയുടെ കഴുത്തിൽ കിടന്ന ചരട് പൊട്ടിക്കുന്നതാണ് വീഡിയോ. പൊട്ടിച്ചാൽ മാതാപിതാക്കൾ ഇതേക്കുറിച്ച് ചോദിക്കുമെന്ന് ബംഗ്ലാ ഭാഷയിൽ കുട്ടി പറയുന്നതും കേൾക്കാം. എന്നാൽ ഇത്തരം ചരട് ധരിക്കുന്നത് ഇസ്ലാമിന് എതിരാണെന്ന് പുരോഹിതൻ പറയുന്നു. സഹായ വിതരണത്തിന്റെ മറവിൽ ഹിന്ദു ആൺകുട്ടിയുടെ കഴുത്തിലെ വിശുദ്ധ ചരട് മുസ്ലിം പുരോഹിതൻ നീക്കം ചെയ്യുന്നുവെന്നാണ് ഇന്ത്യയിലെ ഹിന്ദുത്വ അക്കൗണ്ടുകൾ ഇതേക്കുറിച്ച് പറയുന്നത്. കേരളത്തിലെ ഫേസ്ബുക്ക്, എക്സ്, വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇത് പ്രചരിക്കുന്നുണ്ട്. സഹായത്തിന്റെ പേരിൽ ഹിന്ദുക്കളുടെ വിശുദ്ധമാല തട്ടിയെടുക്കുന്ന ചീഞ്ഞളിഞ്ഞ സമൂഹം എന്ന അടിക്കുറിപ്പോടെയാണ് ഹിന്ദുത്വ യൂട്യൂബർ അജിത് ഭാരതി വീഡിയോ പങ്കുവച്ചത്. എന്നാൽ ഹിന്ദുത്വ ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നും വീഡിയോയിൽ കാണുന്ന കുട്ടി മുസ്ലിമാണെന്നും വസ്തുതാന്വേഷണ വെബ്സൈറ്റായ ബൂം വ്യക്തമാക്കുന്നു. তোমার নামটা কি ভাইয়া? সোহেল। তোমার আব্বুর নাম? আব্দুল হক। তোমার আম্মুর নাম? রোজিনা। তুমি পড়ো কোথায়? দারুন নাজাত মদিনাতুল উলুম মাদ্রাসা। কোন ক্লাসে? তৃতীয়। സുഹൈൽ എന്നാണ് കുട്ടിയുടെ പേര്. ബംഗ്ലാദേശിലെ പ്രാദേശിക മദ്രസയിൽ പഠിക്കുന്ന കുട്ടി മന്ത്രച്ചരട് ധരിച്ചിരുന്നു. ഹിന്ദുത്വവാദികൾ ആരോപിക്കുന്നത് പോലെ അത് രുദ്രാക്ഷമല്ല. തൗഹീദ് അക്കാദമി ആൻഡ് ഇസ്ലാമിക് സെന്റർ എന്ന ഫേസ്ബുക്ക് പേജിൽ ആഗസ്റ്റ് 27-ന് ഇതേ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. വീഡിയോ വിവാദമായതോടെ കുട്ടിയുടെ വിശദീകരണം സെപ്റ്റംബർ 2-ന് ഇതേ പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. കിംവദന്തികൾ ഒഴിവാക്കുക, അടുത്തിടെ വൈറലായ കുട്ടി പറയുന്നത് കേൾക്കൂ എന്ന് ബംഗ്ലാ ഭാഷയിലുള്ള കുറിപ്പോടെയാണ് വീഡിയോ. മദ്രസയിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് താനെന്ന് സുഹൈൽ എന്ന കുട്ടി വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അബ്ദുൽ ഹക്ക് എന്നാണ് പിതാവിന്റെ പേര്. മാതാവ് റോസിന. തന്റെ മതം ഇസ്ലാമാണെന്നും കുട്ടി വ്യക്തമാക്കുന്നു. ജാമിയ ദാറുൽ തൗഹീദിന്റെ അസിസ്റ്റന്റ് ഹെഡ്മാസ്റ്റർ അബ്ദുൽ മാലിക് മിയാസിയാണ് ചരട് മുറിച്ചത്. നൌഖാലി ജില്ലയിലെ ചാറൽഗി ഗ്രാമത്തിലെ താമസക്കാരനാണ് കുട്ടി. കഴിഞ്ഞ മാസം ബംഗ്ലാദേശിലെ 11 ജില്ലകളെ ബാധിച്ച വെള്ളപ്പൊക്കത്തിൽ 59 പേരാണ് മരിച്ചത്. 54.57 ലക്ഷത്തിലധികം ആളുകൾ വെള്ളപ്പൊക്കത്തിൽ ദുരിതമനുഭവിച്ചതായി ദുരന്ത നിവാരണ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരുന്നു.